സുവിശേഷം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളോട് കിട്ടിയ ഈ സബ്ജക്റ്റ്. സുവിശേഷം എന്താണ്? നല്ല വാക്ക് എന്നുള്ളതാണ്. നല്ല വാക്ക് എവിടെ എല്ലാവരും ഇന്നത്തെ കാലത്ത് കൊതിക്കുന്നതാണ്. ഒരു നല്ല വാക്ക് ഒരു മനുഷ്യൻ നമുക്ക് കിട്ടില്ലേ, ഇയാൾ നമ്മൾ കിട്ടില്ലേ, ഇവർ പറയും എൻ്റെ മക്കളുടെ നിന്ന് നമുക്ക് കിട്ടില്ലേ, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടില്ലേ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ ആ നല്ല വാക്ക് എന്താണ് സുവിശേഷം? അപ്പൊ സുവിശേഷം എങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാം? ഈ സുവിശേഷം എന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഞങ്ങളും അതുപോലെ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ ഈ സുവിശേഷം ഞങ്ങളെ തേടി വന്നു. ആ സുവിശേഷത്തെ അറിഞ്ഞപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരെ നമ്മൾ തീർന്നപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഭാരങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ നമുക്കൊരു കൂട്ടിന് ഒരാൾ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളത് തോന്നലാണ്. നമുക്ക് എപ്പോഴും എത്ര ദുഃഖങ്ങളുടെ മധ്യത്തിൽ സന്തോഷിക്കാനുള്ള ഒരു ഇടയാണ് നമുക്കത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സുവിശേഷം എങ്ങനെ മറ്റുള്ളവരെ അറിയും? ഈ സുവിശേഷം ഈ സന്തോഷം നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുക? എന്താണ് സുവിശേഷം എന്നുള്ളത്? എന്താണ് സുവിശേഷം? ശിക്ഷ ലഭിക്കാത്തിടത്ത് രക്ഷ നൽകുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരായിരുന്നു. അവിടെ നിന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ ശിക്ഷ ഏറ്റുവാങ്ങി അതിലൂടെ നമുക്ക് രക്ഷ എന്നുള്ളൊരു വലിയൊരു രക്ഷ നമുക്ക് തന്നതോട് ദൈവത്തിന് നന്ദി പറയാണ്. പാപം മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. പാപം ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് അടയാളമായിട്ട് സോദോം ഗുമോറ എന്ന് പറഞ്ഞൊരു ദേശം ഉണ്ടായിരുന്നു. സോദോം ഗുമോറയിൽ വന്ന് പാപം നിറഞ്ഞ് നല്ല പച്ചയും പുല്ലുള്ള ഇടങ്ങളും നല്ല സ്ഥലമായ ഇടത്ത് അവര് കണ്ടു. അത് കണ്ടിട്ട് ലോത്തും ഫാമിലി കുടുംബമായിട്ട് അവിടെ പോയി താമസിച്ച് അവിടെ പാപം പെരുകി. ഇന്നത്തെ പോലെ തന്നെ പല രീതിയിലുള്ള പാപങ്ങൾ പെരുകി കൊണ്ടിരുന്നു. അത് ഞങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നതായിരിക്കും. അതേപോലെ നോഹയുടെ പ്രളയം, യേശുക്രിസ്തുവെ കുറിച്ച് മഴ വരാൻ പോകുന്നു, യേശുക്രിസ്തു വരാൻ പോകുന്നു എന്ന് പറയണം. ഈ മഴയെ നമുക്ക് അതിനെ തുല്യപ്പെടുത്താം. നോഹ അപ്പച്ച ഒരു പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെ വന്ന് കയറുക, ഈ പെട്ടകത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവാണ് സത്യദൈവം, ഈ പെട്ടകത്തിൽ കയറുന്നവരെല്ലാം രക്ഷിക്കപ്പെടും എന്ന് നോഹ അപ്പൂച്ച ഈ പ്രായമുള്ള കാലത്ത്, അന്നത്തെ കാലത്ത് മഴയൊന്നുമില്ല. അപ്പൊ ഈ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങളൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ആ കുടുംബത്തിൽ 8 പേര് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു ആക്ഷനിലൂടെ ഞങ്ങൾ അത് അവതരിപ്പിക്കുന്നതാണ്. ഞാനാണ് നോഹ അപ്പച്ചട്ടാ. എനിക്ക് വയസ്സൊക്കെ 65 വയസ്സായേ. എന്റെ ഇടുപ്പും കുമിഞ്ഞ് ഇരിക്കുവാണ്. അപ്പോഴാ എപ്പോഴും വെയില, ചൂട് കൊണ്ട് മതിയാവുകയാണ്. അപ്പോഴാണ് കർത്താവിന്റെ ഒരു അരുൾപ്പാട് എനിക്കുണ്ടായത്. എന്താന്ന് വെച്ചാ മഴ വരും അത്ര. എന്താ ഈ മഴ പറഞ്ഞ നിങ്ങൾക്കറിയോ? നിങ്ങൾ മഴ കണ്ടിട്ടുണ്ടോ? ഇന്നേ വരയ്ക്ക് ലോകം അവസാനിച്ച ശേഷം മഴ വന്നിട്ടില്ല. കർത്താവ് പറഞ്ഞു മഴ വരാൻ പോകുന്നുണ്ട്, നീ ഒരു പ്രളയം ഉണ്ടാക്ക്, രക്ഷ എന്നുള്ള ഒരു പ്രളയം ഉണ്ടാക്ക്, അതിലേക്ക് എല്ലാ ജനത്തെ അറിയിക്കുക. അതിൽ കയറി പെട്ടകം. ആ പെട്ടകത്തിലേക്ക് എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞു അന്ന് കേറ്റിപ്പിക്കുക. അപ്പോഴാ ഇരിക്കുന്നത് ഞാനേ എൻ്റെ ഫ്രീ സമയത്തൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ പെട്ടകം ഉണ്ടാക്കാൻ പോവുകയാണെ. മരങ്ങൾ തേടി കണ്ടുപിടിക്കും, പെട്ടകം ഉണ്ടാക്കുകയാണ്. എന്താണെന്ന് വെച്ചാലേ മഴ വരാൻ പോവുക. മഴ എങ്ങനെയായിരിക്കും ഈ മഴ വരുമ്പോൾ 40 രാവും പകലും മഴയാ, നിൽക്കാത്ത പ്രളയമാണ് വരാൻ പോകുന്നത്. അതിൽ ഈ ഭൂമിയിലെല്ലാം ചെടി കൊടികൾ മരങ്ങൾ എല്ലാം നശിച്ചു പോകും. അപ്പൊ ആര് രക്ഷപ്പെടും? അയ്യോ ആര് രക്ഷപ്പെടാൻ സാധ്യതയില്ലല്ലോ. ഞാൻ എൻ്റെ ജനങ്ങളൊക്കെ നശിക്കുമല്ലോ. എനിക്ക് ഇവരോട് പാവം തോന്നുക. ദൈവം എന്നോട് പറഞ്ഞു മനുഷ്യരോടെല്ലാം അറിയിക്കാൻ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്താ ഇത്? മോനെ മഴ വരാൻ പോവാ മോനെ. ഇയാൾക്ക് വേറെ പണിയില്ലേ? ഒരു വയസ്സായത്തോടും കുത്തിന്നോടെ പെട്ടകം ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുക. രക്ഷപ്പെടാൻ നീ അതിലേക്ക് ഇരിക്കാൻ. എന്റെ ശരീരം കണ്ട, എന്റെ മസിൽസ് കണ്ട, എന്റെ വയറ് കണ്ട. എന്താ ഈ ജനം? മോനെ ഞാനേ മഴ വരാൻ പോവാ, രാവും പകലും. ആ പെട്ടകം ഉണ്ടല്ലോ, അത് അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ അതിലൊന്നും പോയി രക്ഷപ്പെടും, അതിൽ കേറിക്കോ. എനിക്ക് പെട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കണ്ട കയ്യില് ഫുള്ളും പൈസയാണ്. എനിക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ ഉണ്ടാക്കി എനിക്ക് അതിൽ കഴിഞ്ഞാൽ മതി. അയ്യോ ഈ മനുഷ്യൻ പണത്തിന്റെ പിന്നാലെയാണല്ലോ. ദൈവമേ, പണം. ഇനി അടുത്ത ആൾ ഞാൻ നോക്കട്ടെ. ഇനിയെങ്കിലും ഒരാളെ കിട്ടുമോ നോക്കട്ടെ. മോളെ 40 രാവും പകലും മഴ വരാൻ പോവാ. എന്റെ സൗന്ദര്യം കണ്ടില്ലേ? എനിക്ക് എന്തിനാ ഇങ്ങനെ പെട്ടകത്തിൽ വരാൻ പോകുന്നത്? ആവശ്യമില്ല. എന്റെ മുടി കണ്ടോ? എന്റെ സൗന്ദര്യം കണ്ടോ?
ഇനി എനിക്ക് പെട്ടകത്തിന്റെ ആവശ്യം. അയ്യോ സൗന്ദര്യത്തിന്റെ പിള്ളയാണല്ലോ ഈ ജനങ്ങള്. അയ്യോ തന്റെ ശരീരത്തിന് സൗന്ദര്യം അലയാണ്. മോനെ മോനെ പിന്നെ 40 രാവും പകല് മഴ വരാൻ പോവാ മോനെ. നീ ആ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നീ അത് രക്ഷപ്പെടാൻ ഓടി വന്ന് കേറ് മോനെ. നിങ്ങൾ കുറെ നേരമല്ലോ അവളെ വർത്താൻ പറയുന്നത്. അതിന്റെ ആവശ്യം എന്താ? എന്താ ഞാൻ കുത്തിക്കൊല്ലും. അയ്യോ. എന്നെ കൊല്ലല്ലേ. കത്തിരിക്കുന്നുണ്ടോ? ഞാൻ കുറെ കൊന്നതാണ്. നിങ്ങൾ കുറെ രക്ഷ പറയുന്നു, പണ്ടൊക്കെ പറയുന്നു. എന്തത് ഓടി രക്ഷപ്പെട്ടു വീട്ടിൽ പോയി കുത്തിരിക്കും. അയ്യോ ഇത് കൊലകാരനാണല്ലോ ദൈവമേ. രക്ഷിക്കപ്പെടാൻ പറ. കൊലകാരൻ രക്ഷപ്പെടാം വന്നു ഓടിക്കോ കുത്തിക്കൊല്ലിനെ. ഇനിയെങ്കിലും ഇവരെങ്കിലും കിടന്നോ നോക്കട്ടെ. ഇതാരാ? 2 സുന്ദരികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. മോളെ ഞാൻ ആ പെട്ടകം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ അത് രക്ഷപ്പെടാൻ നീ അതിലേക്ക് ഒന്ന് കയറി വരൂ. മഴ വരാൻ പോവാ. டார்லிங், இந்த நோவா தாத்தா சொல்றத பாக்குறியா? கொரோனால இப்படித்தான் தாத்தா பறந்துட்டே இருக்கு. ஆனா ஒரு காரியமும் பறந்துட்டு இல்ல. வா நம்ம லைஃப்ல என்ஜாய் பண்ணுவோம். ஐ லவ் யூ டார்லிங். ഓ ഇവരുടെ സ്നേഹം എന്താ! രണ്ട് സ്നേഹം. അങ്ങനെ ആരും തന്നെ വരുന്നില്ല. ഞാൻ കുറെ മൃഗങ്ങളെയും കൂട്ടിയിട്ട് എല്ലാ മൃഗങ്ങളെയും ഞാൻ പറഞ്ഞ് ആ മൃഗങ്ങളെ കുറഞ്ഞ പെട്ടകത്തിൽ കയറ്റി എന്റെ കുടുംബം 8 പേര് രക്ഷപ്പെട്ടു ആ പെട്ടകത്തിലൂടെ. മനസ്സിലായോ? ഇതാണ് ഞങ്ങളുടെ. അപ്പോ രക്ഷ എന്ന പെട്ടകത്തിലൂടെ യേശുക്രിസ്തു എന്ന രക്ഷ എന്ന പെട്ടകത്തിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുമ്പോൾ ആ പെട്ടകത്തിലേക്ക് നമുക്ക് കടന്നുപോയി സുരക്ഷിതമായിട്ടിരിക്കാം. ആ മഴയിൽ രാവും പകലും മഴയിൽ ജലപ്രളയം ഉണ്ടായപ്പോ ആ പ്രളയം മേലെ നിന്നു ഇതെല്ലാം വെള്ളം വറ്റി കഴിഞ്ഞ ശേഷം താഴെ വന്നിട്ട് പിന്നെ സന്തതികൾ അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ യേശു ആണ് സത്യദൈവം. യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്. അല്ലാണ്ട് ജാതി മാറ്റമോ മതം മാറ്റമോ ഒന്നും നമുക്കല്ല. മനസ്സിന്റെ ഒരു മാറ്റമാണ്. യേശുക്രിസ്തു വിശ്വസിക്കുക പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല. പക്ഷെ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. അതാണ് ആ ലോകം തരാത്ത സമാധാനത്താൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ.